സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കാര്യം ആലോചിച്ച് എനിക്ക് ചിരിക്കണോ കരയണോ എന്ന് പോലും അറിയാൻ വയ്യ. കാരണം ഞാൻ ഒരു സംഭവം പറയും, നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അംഗൻവാടിയിലെ ഒരു കുഞ്ഞു വെച്ച് പറഞ്ഞു ഉപ്പുമാവിനും പയറിനും പകരം എന്നും ചിക്കൻ ബിരിയാണി ആക്കിയാൽ കൊള്ളാണ്. അപ്പം അത് ആ കുഞ്ഞിൻ്റെ ഓമനത്വം അല്ലെങ്കിൽ അത് ആ പിച്ച വെച്ച് ഇങ്ങനെ ചെല്ലത്തിൽ അതിങ്ങനെ പറഞ്ഞപ്പോൾ മന്ത്രിക്ക് വരെ അത് ഭയങ്കര ഓമനത്തായിട്ട് തോന്നി. ക്യൂട്ട്നെസ്, അയ്യോ നിഷ്കളങ്കത. ഉടനെ ആ കുഞ്ഞിനെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അങ്ങ് ഏറ്റെടുത്തു. അമ്മമാർക്കൊക്കെ അവൻ ചെല്ലക്കുട്ടിയായി. അങ്ങനെ ഒന്നും പറയണ്ട, അങ്കണവാടിയുടെ അവൻ്റെ ഓമനത്വമുള്ള സംസാരം അങ്ങ് കയറി ഫേമസ്. അവന് പിന്നെ പിടിച്ചാൽ കിട്ടാത്ത വിധത്തിൽ അവൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് അവന് പോലും അറിയാതെ. കാര്യം സോഷ്യൽ മീഡിയ അങ്ങനെയാണ്, ഒരാളെ അങ്ങ് മുകളിൽ തട്ടിൽ കൊണ്ട് എത്തിക്കാനും പറ്റും, അതേപോലെ കുത്തനെ കൊണ്ട് ടപ്പേന്ന് താഴെ ഇറക്കാനും പറ്റുന്ന ഒരു പ്രത്യേകതരം പ്രതിഭാസമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഒരാളുടെ ലൈഫ് തന്നെ തീരുമാനമാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ശരിക്കും സോഷ്യൽ മീഡിയ. അപ്പോൾ ഈ അംഗൻവാടിയുടെ കുഞ്ഞ് എന്തായാലും എയർലൈൻ നല്ല ഫേമസ് ആയി. അവനെ അറിയാത്ത ആരും ഇല്ല. മന്ത്രി വരെയും ഭയങ്കരമായിട്ട് പറഞ്ഞു ഇത് പരിഗണിക്കാൻ പോവാണ് അംഗൻവാടിയിൽ. അവൻ്റെ ആ ഓമനത്വമുള്ള നിഷ്കളങ്കതയുള്ള സംസാരം ഭയങ്കര ഇതായി പോയി. അതുകൊണ്ട് ബിരിയാണിയെ കുറിച്ച് തീരുമാനിക്കാൻ ഒരു കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അതൊക്കെ പരക്കെ ആൾക്കാരത് മറന്നു തുടങ്ങി അല്ലേ. അപ്പോൾ അവൻ ഇരിക്കേണ്ട ഒരു സ്ഥാനത്ത് അവിടെ ഇരിപ്പുണ്ട്. കാര്യം അവൻ അത്രയും ഫേമസ് ആയി, വൈറലായി. ഈ അടുത്ത സമയത്ത് ഏതോ ആരെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഒരു മന്ത്രി പറഞ്ഞു അത് അന്ന് ബിരിയാണി വേണമെന്ന് പിച്ച് വെച്ച് പറഞ്ഞു ഓമനത്തുമുള്ള ക്യൂട്ട് കുട്ടി ആരുടെയോ കൊച്ചുമകനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി പിന്നെ ഇത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ അതേ കുട്ടി സ്വന്തമായിട്ടാണെന്ന് അറിയില്ല, വന്നിട്ട് പറഞ്ഞു എൻ്റെ അമ്മമ്മൻ്റെ പേര് ഇതാണ്, എൻ്റെ അപ്പൂപ്പൻ്റെ പേര് ഇതാണ്, എൻ്റെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി ഭയങ്കര ഇതായിട്ട് പറഞ്ഞു. ആ സമയത്ത് അന്ന് എടുത്ത് പൊക്കിയ ക്യൂട്ട്നെസ്സും ഓമനത്തും ഒന്നും പിന്നെ ഉണ്ടായില്ല. പിന്നെ ആ കുട്ടി ഒരു ഭയങ്കര വലിയൊരാളായി മാറി. ആ ആള് എന്താണോ പറഞ്ഞത് എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ സോഷ്യൽ മീഡിയ അവനിട്ട് കൊടുത്ത പണി എന്ന് പറയുന്നത്. ഇപ്പോൾ മന്ത്രിയെ അധിക്ഷേപിച്ചെന്നോ മന്ത്രിക്കെതിരെ മോശമായി സംസാരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അംഗൻവാടി പഠിക്കുന്ന കൊച്ചുകുട്ടിയാണ്. ആ കുട്ടി പറഞ്ഞതിനെയാണ്. ഇനി ആ കുട്ടിയുടെ അമ്മയും അച്ഛനും ആണ് ഫോൺ എടുത്ത് കൊടുത്തിട്ട് അതിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെ പറയാൻ അതിനെ പ്രേരിപ്പിച്ചതെങ്കിൽ തെറ്റ്, വളരെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ. കാരണം എന്ന് വെച്ചാൽ അതെന്ന് പറയുന്നത് കളിപ്പാട്ടം കളിക്കുന്ന പ്രായമാണ്, കളിപ്പാട്ടങ്ങൾ എടുത്ത് കളിക്കുന്ന പ്രായമാണത്. അപ്പോൾ അതിനെ എത്തിക്കേണ്ട തരത്തിലോ അതിനെ സംസാരിക്കേണ്ട രീതികളോ ഒന്നും അല്ല അത്. അപ്പോൾ അതൊന്നും ഇപ്പം എന്തായി, ഇപ്പം എടുത്ത് പൊക്കി അങ്ങ് മുകളിൽ വെച്ചതൊക്കെ എടുത്തങ്ങ് താഴെ ഇട്ടിട്ട് ഇപ്പോൾ ഈ മന്ത്രി അപമാനിച്ചെന്നും പറഞ്ഞ് അതിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി പരാതി കൊടുത്തേക്കുക. എന്നിട്ട് കുഞ്ഞിൻ്റെ പഠിപ്പ് അംഗൻവാടി പഠിക്കുന്ന കുഞ്ഞിൻ്റെ പഠിപ്പ് നിർത്തണം. അംഗൻവാടി പഠിക്കുന്ന കുഞ്ഞിൻ്റെ പഠിപ്പ് നിർത്തുക, കുഞ്ഞിനെതിരെ ഒരു അംഗൻവാടി പഠിക്കുന്ന കുഞ്ഞിനെതിരെ പരാതി കൊടുത്തിട്ട് കുഞ്ഞിനെതിരെ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്? അല്ലെങ്കിൽ തന്നെ ആ കുഞ്ഞ് ചെയ്ത തെറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കുഞ്ഞൊരു തെറ്റും ചെയ്തില്ല, കുഞ്ഞിനറിയില്ല. അവനെ അങ്ങനെ ആക്കി വളർത്തിയെടുക്കുന്നത് ആരാ? നമ്മുടെ സമൂഹമല്ലേ, അതിന് മാതാപിതാക്കളല്ലേ. അല്ലാതെ കുഞ്ഞ് എന്തറിവുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കി. അതിനെതിരെ പരാതി കൊടുക്കും. ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. വിദ്യാഭ്യാസം കൂടിപ്പോകുന്നതിൻ്റെ കുഴപ്പമാണോ, വിദ്യാഭ്യാസം തീരെ കിട്ടാത്തതിൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിന്നാലും ഇങ്ങനെയാണോ മനസ്സിലാകുന്നില്ല. വളരെ വളരെ വ്യത്യസ്തം, ഭയങ്കര സംഭവം. എന്തായാലും എൻ്റെ ദൈവമേ.